ശംസുൽ ഉലമയുടെ മാർഗത്തിൽ നിന്ന് പോയി, ഔലിയാക്കന്മാരെ മാർഗത്തിൽ നിന്ന് പോയി, സൂഫിസത്തെ തന്നെ മശായിഖന്മാരെ വഴിയെ തന്നെ തള്ളുന്ന ബിദ്അത്തുകാരായി മാറി. അപ്പൊ പിന്നെ ഈ പേരോടിനെയും അതേപോലെ ബിസിനസ്മാനെയൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മൊയ്ലിയന്മാരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരിങ്ങനെ വന്ന് പ്രസംഗിക്കുക. അല്ലെങ്കിൽ ഇ.കെ.എസ്. മുസ്ലിയാരെ ആണ്ട് നടത്തുന്നിടത്തിന് എന്തിനാ ഇൽഹാമിനെ കുറിച്ച് പറയുന്നത്? അതിന്റെ ആവശ്യമുണ്ടോ? ആ വിഷയം പറഞ്ഞു പോയ പോരെ, വെറുതെ പറയല്ല. ഇനി ഞാൻ അതിലേക്കാണ് വരുന്നത്, ഇവിടെ പറഞ്ഞ വിഷയങ്ങളിലേക്ക്. ആദ്യം ഒരു സത്യം പറയുന്നുണ്ട്, ബിദ്അത്തുകാർ തസവുഫ് എന്ന വഴിയെ തന്നെ ഇല്ലാതെയാക്കിയവരാണ് എന്ന് അദ്ദേഹം പറയുന്ന ഭാഗം ഒന്ന് കേട്ട് നേരെ നമുക്ക് വിഷയത്തിലേക്ക് പോകാം. നമുക്ക് ചേർത്ത് പിടിക്കാനുള്ള ആ ഒരു ആത്മാർത്ഥത, അതിനാണ് നമ്മൾ തസവുഫ് എന്ന് പറയുന്നത്. ബിദ്അത്തുകാര് പുത്തൻവാദികളുടെ ഇസ്ലാം ഈമാൻ ഇസ്ലാമേ ഉള്ളൂ, തസവുഫില്ല, ആത്മീയതയില്ല. ആത്മീയതയെ തള്ളിപ്പറയുന്ന, ആത്മീയ സംസ്കരണത്തിന്റെ മുറകളെ തള്ളിപ്പറയുന്ന അത്തരം പുത്തൻവാദങ്ങൾ അവരുടെ ഇസ്ലാം പൂർണ്ണല്ല, ദീന് പൂർണ്ണല്ല. ദീൻ ഈ മൂന്നും കൂടി കൂടിയതാണ്. അതാണ്, അതായത് ഈ ബിദ്അത്തുകാരുടെ ദീൻ പൂർണ്ണമല്ല. പറഞ്ഞൊക്കെ തെറ്റാണ്. ബിദ്അത്തുകാർക്ക് ഈമാനും ഇസ്ലാമേ ഉള്ളൂ, തസവുഫ് ഇല്ല. അവർക്ക് ഈമാനും ഇല്ല, ഇസ്ലാമും ഇല്ല, തസവുഫും ഇല്ല. നിങ്ങളെ മാതിരി തന്നെ, പ്രത്യേക വ്യത്യാസമൊന്നുമില്ല, അതിലൊന്നുമില്ല. തസവുഫിന്റെ എല്ലാ കാര്യങ്ങളെയും എതിർത്തു. അതാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതിൽ ഏറ്റവും വലിയ എതിർക്കലാണ് ബിസിനസ്മാന്റെ എതിർപ്പ് എന്ന് പറഞ്ഞാൽ മശായിഖന്മാര് തന്നെ ഇല്ല എന്ന വാദം. ശൈഖുൽ മശായിഖ് തങ്ങളെ അവരാരാന്ന് മനസ്സിലാക്കാതെ സംസാരിച്ചാൽ എന്താ അതിന്റെ അപകടം? ആ ആരോപണം എല്ലാവർക്കും വന്നു തന്നെ, അതവർക്ക് വന്നു. ഇപ്പൊ ഹബീബായ മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അത്ര ബുദ്ധിയുള്ള ആള് വേറെ ആരാള്? ആ ഹബീബായ തങ്ങളെ കുറിച്ച് അന്നത്തെ ഇവരുടെ പൂർവികർ എന്താ പറഞ്ഞേ? മജ്നൂനാണ്, ഷാഇറും മജ്നൂൻ. അല്ലാഹു മറുപടി പറഞ്ഞു, വമാ സ്വാഹിബുക്കും ബിമജ്നൂൻ. അവരെ വാക്കിന്റെ മറുപടിയാണത്. ഹബീബായ തങ്ങളെ കുറിച്ച് അങ്ങനെ പറയല്ല. അവിടുന്ന് മജ്നൂനല്ല എന്ന് മാത്രല്ല, അവർ ആരാ? ഏറ്റവും ബുദ്ധി കൂർമ്മതയുള്ളവർ, അർസല അംബിയ ദവീ ഫാത്വാന, ഏറ്റവും ബുദ്ധി കൂർമ്മതയുള്ളവർ. അങ്ങനെയാണ് എല്ലാ അമ്പിയാക്കന്മാർ. പക്ഷെ എല്ലാ അമ്പിയാക്കന്മാരോട് ഒരു പറഞ്ഞിട്ടുണ്ട് സുഖല്ലാന്ന്. അപ്പൊ അമ്പിയാക്കന്മാരെ വാരിസീങ്ങൾക്കെതിരെ ആരോപണം വരും. അത് മടവൂർ ശൈഖുനാക്ക് വന്നു, അത്രയാണ് സംഭവമുള്ളത്. പക്ഷെ പറഞ്ഞ പരകാര്യോ അബൂജഹലിന്റെ വിറാസത്തോൽക്ക് കിട്ടി. അതല്ലേ ഇപ്പൊ ലോകത്ത് സംഭവിച്ച. ആരെങ്കിലും ഒരാളെ വിറാസത്ത് എന്തായാലും ഉണ്ടാവും. അഞ്ഞായിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നോക്കൂ നിങ്ങൾ, ഔലിയാക്കന്മാരെ വഴിയെ തന്നെ തള്ളുകയാണ്. എന്നിട്ട് അയാള് മശായിഖിന്റെ ഇൽഹാം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ മനസ്സിലാക്കണം. ഇൽഹാമിനെ കുറിച്ച് വിശദമായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല. മഹാനരായ ഗൗസുൽ അഅ്ലം ശൈഖ് അബ്ദുൽ ഖാദിറുൽ ജീലാനി അവരൊക്കെയാണല്ലോ ഇൽഹാമുള്ള ആളുകൾ. അവര് പറയുന്നുണ്ട്, അൽ അംബിയാവു, അവരുടെ ഫതുഹുർ റബ്ബാനിയിൽ കാണാം, അംബിയാക്കന്മാർ യുറബ്ബീഹിം, അവരെ അല്ലാഹു തർബിയത്ത് ചെയ്യുന്നു ബികലാമിഹി. അല്ലാഹുവിന്റെ അംബിയാക്കളെ അല്ലാഹു നിയന്ത്രിക്കുന്നത് കലാമു കൊണ്ടാണ്, അവരോട് സംസാരിക്കുന്നു. എന്നാൽ വൽ ഔലിയാ, ഔലിയാക്കന്മാരെ അല്ലാഹു നിയന്ത്രിക്കുന്നത് ബിഹദീസിഹി, അല്ലാഹുവിന്റെ ഹദീസ് കൊണ്ടാണ്. വൽ ഹദീസു ഹുവൽ ഇൽഹാം. ഹദീസ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അവരുടെ ഖൽബിലേക്ക് ഇട്ടുകൊടുക്കുന്ന ആ വലിയ വിവരങ്ങൾ നേരിട്ട് ഖൽബിലേക്ക് അവരുടെ ആ ലോകം തുറന്നു കൊടുക്കുകയാണ്. അമ്പിയാക്കന്മാർക്ക് വഹിയാണുള്ളത്, ആ വഹിയ് നിന്നുപോയി. പക്ഷേ അതിന്റെ വിറാസത്തായി അനന്തരമായി അവർക്ക് അല്ലാഹു വിവരമറിയിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ കശ്ഫിൽ നിന്ന്, ഇൽഹാമിൽ നിന്ന് അവർ ചൊല്ലിയ ബൈത്തുകളാണ് അവരുടെ ചരിത്രങ്ങളിലൊക്കെയും നിറഞ്ഞു കിടക്കുന്നത്. കണ്ടില്ല നിങ്ങൾ മുഹിയുദ്ദീൻ മാലന്റെ ആദ്യ ഭാഗത്ത് തന്നെ അവർ ചൊന്ന ബൈത്തീന്നും ബഹ്ജ കിതാബീന്നും
അങ്ങീനെ തക്മീല തെന്നിന്നും കണ്ടോവർ. അവർ ചൊന്ന ബൈത്ത്, അവർ പാടിയ ബൈത്ത്, ആ ബൈത്ത് എങ്ങനെ അവർ പാടി? അല്ലാഹുവിൽ നിന്നുള്ള നിർദ്ദേശമനുസരിച്ച് പാടി. അതാണ് ഇൽഹാമിലൂടെ കശ്ഫിലൂടെ അവർക്ക്. നമുക്ക് കിട്ടൂല പിന്നെ ഈ കശ്ഫില്ല പറഞ്ഞ എന്തോ തോന്നുക എന്നുള്ളതല്ല, അതിനൊക്കെ എത്രയോ സംഭവങ്ങൾ മറികടക്കണം. അങ്ങനെ കശ്ഫി ഇൽഹാം നൽകപ്പെട്ട ഔലിയാക്കന്മാരാണ് ലോകത്ത് വന്ന എല്ലാ ഔലിയാക്കന്മാരും. എന്നാൽ ഇവരിപ്പോ എന്താക്കിന്ന് വെച്ചാൽ മഹാന്മാരുടെ കശ്ഫിനും ഇൽഹാമിനൊന്നും ദീനിൽ ഒരു സ്ഥാനവും ഇല്ലാത്ത, അതൊക്കെ വെറും വാക്കുകളാണ്. എന്നിട്ടിങ്ങനെ ഇമാമിങ്ങളെ കിതാബ് ഇങ്ങനെ ഉദ്ധരിക്കുക. ഇവിടെ വന്നിട്ട് ബുഖാരിയിലുണ്ട്, ഫതുൽ ബാരിയിലുണ്ട്, എന്ത് ഇൽഹാം പരിഗണിക്കാൻ പാടില്ല എന്ന് ബുഖാരിയിലും ഫതുൽ ബാരിയിലും ഒക്കെ ഉണ്ട്. അത്ര എന്നാ പിന്നെ നമുക്ക് ആ ബുഖാരിയും ഫതുൽ ബാരിയൊക്കെ ഒന്ന് കാണണല്ലോ. ബുഖാരിയൊക്കെ അത് സ്ഥിരപ്പെടുത്തിയതാ. അപ്പൊ അത് ഇവിടെ വന്ന് പറഞ്ഞൊരു 1-2 പോയത്തങ്ങളുണ്ട്, അതൊന്ന് ഇടക്ക് കാണിച്ചു കൊടുത്തോട്ടെ, വന്നോട്ടെ. അതാണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറയുന്നു, ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി. ഇന്നമൽ ഇൽമു ഐ അൽ ഇൽമുൽ മുഅ്തബറു ഫിശ്ശറഇ. അല്ലാഹുവിന്റെ ദീനിൽ പരിഗണനയുള്ള അറിവ്. ശരിക്ക് ശ്രദ്ധിക്കണം, ഞാൻ 1-2 കാര്യം പറയാം. ഇന്നമൽ ഇൽമു ബിത്തഅല്ലുമി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ആ അൽ ഇൽം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹാഫിദ് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫതുൽ ബാരിയിൽ പറയുന്നു, അൽ ഇൽമുൽ മുഅ്തബറു, ശറഇൽ പരിഗണനയുള്ള അറിവ്, അൽ മഹ്ഫൂദു മിനൽ അംബിയാഇ, അംബിയാക്കൾ മുഖേന ലഭിച്ച അറിവാണ് ശറഇൽ പരിഗണനയുള്ള അറിവ്. അല്ലാഹുവിൽ നിന്ന് ഒരു മനുഷ്യന് ഇൽഹാം കിട്ടി എന്ന് പറഞ്ഞ് അവൻ അവകാശപ്പെട്ടു. ഇൽഹാം കിട്ടാം, പക്ഷെ അല്ലാഹുവിൽ നിന്നാവാം, പിശാചിൽ നിന്നാവാം, ഇവന്റെ തന്നെ അഭീഷ്ടം ഹവൻ നഫ്സിൽ നിന്നാവാം. പല രൂപത്തിൽ ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഇൽഹാം അല്ലാഹുവിൽ നിന്നാകാം, ഇൽഹാം പിശാചിൽ നിന്നാകാം, ചിലപ്പോ സ്വന്തം ശരീരത്തിന്റെ ചിന്തയിൽ നിന്നാകാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്നറിയോ? അല്ലാഹു അവന് കൊടുക്കുന്ന നിർദ്ദേശങ്ങളാണ്. അതിലെവിടെ പിശാച്? എന്നിട്ട് വായിക്കുകയാണെന്ന് അൽ ഇൽമു ബിത്തഅല്ലും. ഭയങ്കര ഉഷാറാ. ബലിപ്പെന്താ ഉണ്ടാക്കി കൊണ്ടുവന്ന നിങ്ങൾ, ഇവരാണ് ഉഷാർ ഔലിയാക്കളെല്ലാം എന്ന് വരുത്താൻ. എന്നിട്ട് അൽ ഇൽമു ഇൽമാകുന്നത് ബിത്തഅല്ലുമി, ഓതി പഠിക്കൽ കൊണ്ടാണ്. അപ്പൊ ദറസിൽ പോകണം, ഓതി പഠിക്കണം, അങ്ങനെ ഇൽമു നേടണം. എന്നിട്ട് അതിന്റെ അർത്ഥം ഫതുൽ ബാരി എന്ന് വായിക്കുക. എന്ത്? അൽ ഇൽമുൽ മുഅ്തബറു അൽ മഅഖൂദു മിനൽ അംബിയാ, പരിഗണനീയമായ ഇൽമ് അംബിയാക്കളിൽ നിന്ന് കിട്ടിയതാണ്. അപ്പൊ ഔലിയാക്കളെ എല്ലാം ഒഴിവാക്കാലോ. അതാണ് മറ്റേയാൾ പറഞ്ഞു മലക്കിനും അംബിയാവിനും മാത്രമേ ഇത് കിട്ടുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇയാൾ വായിച്ച പോലുള്ള ഒരു ഇബാറത്ത് ഫതുൽ ബാരിയിൽ നിങ്ങൾ കാണിച്ചു തരുമോ? ഇപ്പൊ കാണിച്ചു തരാണെങ്കിൽ അങ്ങനെയാകാം. ഫതുൽ ബാരി എടുത്ത് വന്നോളി. നിങ്ങളുടെ ഈ സ്റ്റേജിൽ വന്ന് ഇയാൾ വായിച്ച ഇബാറത്ത് അങ്ങനെയാണോ ഫതുൽ ബാരിയിൽ ഉള്ളത്? ഇബ്നു ഹജർ അൽ-അസ്ഖലാനി പറഞ്ഞത് അല്ല. ഇബ്നു ഹജറിന്റെ വാചകം അയാൾ കട്ടതാ. ഇബ്നു ഹജർ പറഞ്ഞ ഞാൻ വായിച്ചുതരാ. വൽ മഅന ലൈസൽ ഇൽമുൽ മുഅ്തബർ, പരിഗണനീയമായ ഇൽമു അല്ല, ഇല്ലൽ മഅഖൂദു മിനൽ അംബിയാ, അംബിയാക്കളിൽ നിന്ന് സ്വീകരിക്കുന്നതല്ലാതെയല്ല. ബാക്കി എന്താ സാദി? വവറസതിഹിം. ആണോ? ഇല്ലൽ മഅഖൂദു മിനൽ അംബിയാഇ വവറസതിഹിം, അംബിയാക്കന്മാരിൽ നിന്നും അവരുടെ വാരിസീങ്ങളായ മശായിഖിൽ നിന്നും സ്വീകരിക്കുന്ന ഇൽമല്ലാതെയല്ല. സലാം സുല്ലമിന്റെ പണിയല്ലേ എടുത്ത് ബറസത്ത് എന്നുള്ള കട്ട് ഔലിയാക്കന്മാരെ ഇൽഹാമിനെ എതിരാക്കാൻ വേണ്ടി. ബുഖാരിയിൽ തന്നെ ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിടത്ത് മഹാൻ കൊണ്ടുവരുന്നുണ്ട് അന്നൽ ഉലമാഅഹും വറസത്തുൽ അംബിയാ. ആ അൽ ഉലമാ ആരാ? ഇന്നമാ യഖ്ശല്ലാഹ
മിൻ ഇബാദിഹിൽ ഉലമാ. അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആരിഫീങ്ങളാണവർ. അൽ ഉലമാഉ ബില്ലയാണവർ. ആ ഭാഗമൊക്കെ കട്ട് സ്വസ്ഥമായിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് അമ്പിയാക്കൾ പറഞ്ഞാൽ അത് മാത്രമേ സ്വീകരിക്കാവൂ എന്ന് പറഞ്ഞ് ഔലിയാക്കന്മാരുടെ ഇൽഹാമിനെ തന്നെ തള്ളി. അപ്പൊ ഇൽഹാമിനെ തള്ളാൻ വേണ്ടിയിട്ടാണ് ബുഖാരി ദുർവ്യാഖ്യാനം ചെയ്തത്. ഫതുൽ ബാരിയുടെ നേരെ ശേഷമുള്ള വാക്ക് കട്ടെടുത്തുകൊണ്ട് വായിച്ചു. ഇനി അതിലും വലിയ രസം എന്താ അറിയോ? ഇൽഹാമാണ് പോയാൽ ഇവിടെ എന്താ പിന്നെ ഉണ്ടാകുക? ഖുർആനിന്റെ അർത്ഥം വരെ മശായിഖന്മാര് നിങ്ങൾക്കറിയോ? ഇമാമുന ശാഫിഈ, ഷാഫിഈ ഇമാമ് കിതാബ് നല്ലോണം പഠിച്ച ആളല്ലേ? ആ ഷാഫി ഇമാമ് ഒരു മസ്അലയിൽ തീരുമാനമെടുക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ പോകുന്ന സ്ഥലം എവിടേക്കാണ്? ശൈബാനുർ റാഇ റളിയല്ലാഹു അൻഹു. അവരോട് ചോദിക്കാണ്, ഞാൻ എങ്ങനെ തീരുമാനമെടുക്കണം? അവർ കിതാബിൽ നിന്ന് നോക്കി പറഞ്ഞു കൊടുക്കുന്നതല്ല. കാരണം അവരങ്ങനെ ഒരു കിതാബ് ഓതിയ ആളല്ല. പിന്നെ എവിടുന്നാ പറഞ്ഞു കൊടുക്കുന്നത്? കശ്ഫ് ഇൽഹാമിൽ നിന്ന് അവർക്ക് കിട്ടിയ ഇൽമാണ് ശാഫിഈ ഇമാമിന് പറഞ്ഞു കൊടുക്കുന്നത്. ശാഫി ഇമാം അതാണ് ഫൈനൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇൽമ്. ആ ഇൽമാണ് എല്ലാരും അങ്ങനെയാണ് എടുത്തത്. നിങ്ങൾക്ക് മാത്രം എന്താ അത് വ്യത്യാസപ്പെട്ടു വന്നത്? ഔലിയാക്കന്മാർക്കെതിരെ വന്നിട്ട് പിന്നെ പരിചയപ്പെടുത്തുന്ന ഒരു മഹാനുണ്ട്. അതാരാണ്? അതായാലും വലിയ രസ. പറയട്ടെ, സായിദി തന്നെ പറയട്ടെ. ഇമാം ഇബ്നു അബീ ജംറത്തുൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു. മിസ്റിലാണ് മഹാനവർകൾ മറവിട്ട് കിടക്കുന്നത്. തസൗഫിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിന്റെ ഈമാൻ, ഇസ്ലാമും മൂന്നാമത്തെ തസൗഫ് എന്ന് പറയുന്ന ആത്മീയമായ സംസ്കരണത്തിനുള്ള അറിവുകൾ, ആ അറിവിന്റെ രംഗത്ത് അങ്ങേയറ്റം ഉയർന്നു നിൽക്കുന്ന വലിയ മഹാനാണ് ഇബ്നു അബീ ജംറത്തുൽ ഉന്ദുലുസി റളിയല്ലാഹു അൻഹു. ഒരു തർക്കവുമില്ല. ഇബ്നു അബീ ജംറത്തുൽ ഉന്ദുലുസി തങ്ങളെ കുറിച്ച് ഞങ്ങൾക്കാർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അവര് മിസ്റിൽ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ ചാരത്ത് എന്ന് പറഞ്ഞാൽ ആദ്യം അവരെയാണ്, പിന്നെയാണ് അബുൽ അബ്ബാസുൽ മർസി തങ്ങളും അതുപോലെ ഇബ്നു അത്വാഇല്ലാഹി സിക്കന്ദരി തങ്ങളൊക്കെ അവരെ ചാരത്ത് എത്തിയത്. വലിയ മഹാന്. എന്തിനാ പറഞ്ഞു വരുന്നത് അറിയോ? മൂപ്പർ ഒരു കിതാബ് എടുത്ത് ഇവിടെ വായിച്ചു. കിതാബ് എടുത്തില്ല, മൊബൈലിൽ നോക്കി വായിക്കാം. അപ്പൊ അതിലെന്താ ഉള്ളത്രേ? ഔലിയാക്കന്മാരുടെ ഇൽഹാമുകൾ ശരിയല്ല, അങ്ങനെയുള്ളതൊക്കെ പിശാചിൽ നിന്നുള്ളതാണ് എന്ന് കിതാബിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതൊന്ന് അദ്ദേഹം പറഞ്ഞോട്ടെ. അഹ്കാമിന്റെ അറിവ് സഫാഉൽ ഖൽബ് കൊണ്ട്, യഥാർത്ഥത്തിൽ സഫാഉൽ ഖൽബുള്ള വിലായത്തുള്ള നല്ല സംസ്കരണമുള്ള കൽബ്, അതിലേക്കും അല്ലാഹു അഹ്കാമിന്റെ ഇൽമ അത് മുഖേന കൊടുക്കൂല. അത് നഖിലൻ നിലയ്ക്ക് നബി തങ്ങൾ പഠിപ്പിച്ചതാവണം. എന്നിട്ടോ അഥവാ ഒരാൾക്ക് അങ്ങനെ ഒരു ഇൽഹാം കിട്ടി എന്ന് പറഞ്ഞാൽ തന്നെ ഫലാ യജൂസു തഅബ്ബുദു ബിഹി, അതുകൊണ്ട് ഇബാദത്ത് എടുക്കാൻ പറ്റൂല. ഹത്താ യകൂന നഖിലൻ, അതിന് നഖിലിനോട് യോജിപ്പിച്ച് മുവാഫഖത്തുണ്ടോ എന്ന് നോക്കണം. നിങ്ങൾ ഇയാളെ നമ്മൾ വിളിക്കുകയാണ്, അയാളെ കൊണ്ടുവന്ന സംഘാടകരെയും വിളിക്കുകയാണ്. ഇൽഹാമ് കൊണ്ട് ഇബാദത്ത് എടുക്കാൻ പറ്റുകയില്ലെന്നും ഇൽഹാമുകൾ സ്വീകരിക്കാൻ പാടില്ലെന്നും ബഹുമാനപ്പെട്ട ഇബ്നു അബീ ജംറത്തുൽ ഉന്ദുലുസി തങ്ങളുടെ കിതാബിൽ അദ്ദേഹം വായിച്ചതുപോലെ കാണിക്കാൻ ആർക്കാണ് ധൈര്യമുള്ളത്? എന്തിനാ മശായിഖിന്റെ കിതാബുകൾ വ്യഭിചരിക്കുന്നത്? എന്താണ് ആ കിതാബിൽ ഉള്ളത്? അത് ഇൽഹാം സ്ഥിരപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ കിതാബാണ്. ലദുന്നിയായ ഇൽമ് സ്ഥിരപ്പെടുത്താൻ ഉണ്ടാക്കിയ കിതാബാണത്. അതിൽ നിന്ന് അതിന്റെ ആദ്യ ഭാഗം മോഷ്ടിച്ച് ഫതുൽ ബാരി കട്ട പോലെ പണിയെടുത്തതാ. ആ കിതാബ് നമുക്കൊന്ന് നോക്കാം. നമ്മൾക്ക് അതുകൊണ്ട് അത് പഠിക്കാനും ആയല്ലോ. വെച്ചുകൊടുക്ക്. ഉണ്ടോ? ബഹ്ജത്തുൻ നുഫൂസ് ലിൽ ഇമാമിൽ മുഹദ്ദിസിൽ വരി അബൂ മുഹമ്മദ് അബ്ദുല്ലാഹി ഇബ്നു അബീ ജംറ അൽ ഉന്ദുലുസി. അതിന്റെ ഇന്നമൽ ഇൽമു അതാണ് പറഞ്ഞു തുടങ്ങിയത്. ബിത്തഅല്ലും. ആ ചർച്ചയിൽ മഹാൻ പറയുന്ന ഭാഗമെടുക്ക്. ആളുകൾ പഠിക്കട്ടെ. വളരെ കൃത്യമായി അതിൽ രേഖപ്പെടുത്തുന്നത് കാണാം.
ഇൽഹാമുമായി ബന്ധപ്പെട്ട കശ്ഫുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ വൽ ഹഖ്ഖു ഫീ ഹാദൽ മൗദിഇ അൻ യുഖാൽ അൽ ഇൽമു ലദുന്നി ഹുവ ഹഖ്ഖുൻ ലാ ശക്ക ഫീഹി. കണ്ടോ, ലദുന്നിയായ ഇൽമുകൾ, അല്ലാഹുവിൽ നിന്ന് വരുന്ന ഇൽമുകൾ അത് ഹഖാണ്, ഒരു സംശയവും വേണ്ട എന്ന് ബഹുമാനപ്പെട്ടവരെ രേഖപ്പെടുത്തുകയാണ്. പക്ഷെ അത് ആരിൽ നിന്നാകണം? കിതാബ് സുന്നത്തൊക്കെ അല്ലാഹു അറിയിച്ചു കൊടുത്ത ഖാലിസൻ മിനശ് ശബായിബി സ്വാദിഖൻ ഫീ തവജ്ജുഹിഹി ആരിഫൻ ബിൽ ഖവാതിർ സ്വാലിഹിഹാ വഫാസിദിഹാ മഅരിഫതൻ കുല്ലിയ. ഒരു ഇൽഹാം വരുമ്പോ അതിലേതാണ് കൃത്യമായത്, ഏതാണ് വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളത്, ഇതൊക്കെ അറിഞ്ഞ ആൾക്ക് വരുന്ന ഇൽഹാം അത് ഹഖാണെന്ന് രേഖപ്പെടുത്തിയ കിതാബാണ് ഈ നാട്ടിൽ വന്നയാൾ കട്ടുവായിച്ചത്. കഴിഞ്ഞിട്ടില്ല, അതിന്റെ മൂപ്പര് അതിന്റെ അതിന്റെ ചുരുക്കം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അന്നൽ ഖവാതിർ അലാ അർബഅത്തി അഖ്സാം. മനസ്സിൽ ഉദിച്ചു വരുന്ന കാര്യങ്ങൾ തോന്നുന്നത് 4 രൂപത്തിലുണ്ടാകും. ഒന്ന് നഫ്സാനിയാണ്, സ്വയം തോന്നുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് ശൈത്വാനിയാണ്, ശൈത്വാൻ തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്നോ മലക്കിയ്, മലക്ക് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ. മറ്റൊന്ന് റബ്ബാനിയ്, റബ്ബിൽ നിന്ന് വരുന്നത്, അതേപോലെ റസൂലിൽ നിന്നൊക്കെ ആവും. അപ്പൊ ഈ 4 ഈ 4 മലക്കിൽ നിന്നും റബ്ബിൽ നിന്നും വരുന്ന ഇൽഹാമുകൾ അത് ശരിയാണെന്ന് മഹാനവറുകൾ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. അതേ സമയത്ത് ആദ്യ എണ്ണി നഫ്സാനി, അതേപോലെ തന്നെ ശൈത്താനി, ഈ ടീം, ഇവർക്ക് കിട്ടുന്ന ഈ വിവരങ്ങൾ അതിനെക്കുറിച്ചാണ് അയാൾ ആ വായിച്ച സ്ഥലത്ത് പറയുന്നത്. അയാൾ ആ വായിച്ച സ്ഥലത്ത് ഒരാളെ ബുദ്ധിയിൽ ഇങ്ങനെ തോന്നി, ഔലിയാക്കളായിട്ടൊന്നും ഒരു ബന്ധമില്ലാത്ത ആളാ, മശായിഖുമായിട്ട് ഒരു ബന്ധമില്ല, ഓനിങ്ങനെ തോന്നുക. അപ്പൊ ബിസിനസ്മാൻ ഇങ്ങനെ തോന്നുക, അല്ലെങ്കിൽ പേരോണ്ട് ഇങ്ങനെ തോന്നുക, ഇതൊക്കെ ഇപ്പൊ ദീനാവും. അത് ശൈത്താനിൽ നിന്നുള്ളതാണ് എന്നാണ് അത് വിശദീകരിച്ചുകൊണ്ട് 3-ാം ജുസ്ഇൽ മഹാനവറുകൾ പറയുന്നത്. ഫിഖ്ഹിന്റെ നിയമങ്ങൾ അടക്കം എല്ലാം അറിയിച്ചു കൊടുക്കുമെന്ന് മഹാനവറുകൾ. അടുത്ത പേജ് എടുക്ക്, ഇതൊക്കെ പഠിക്കേണ്ടതാണ് നമ്മൾ. കണ്ടില്ലേ, സുഫിയാൻ സൂരി തങ്ങളെ തൊട്ടുണ്ടായ സംഭവം പറയുന്നുണ്ട്. എന്താണ്? ഒരു നാട്ടിൽ ഇൽഹാം ബന്ധമായി ബന്ധപ്പെട്ട ഒരു സംഭവം പറയാ. ആ നാട്ടിലെ ഖാളി ഇൽഹാമും അതേപോലെ തന്നെ സൂഫിയാക്കളെയൊക്കെ നിഷേധിച്ചു വന്നപ്പോ ഖാളി വെല്ലുവിളിച്ചു, ഈ പറഞ്ഞ ഇൽഹാമുണ്ടെന്ന് വാദിക്കുന്ന ആളുകൾ, അവർക്ക് എന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയുമോ? അതാണ് ആ വരിയിൽ കാണുന്നത്. എല്ലാം വായിച്ചു പറയുന്നില്ല. അങ്ങനെ കണ്ടോ, ഖലീഫയുടെ നിർദ്ദേശപ്രകാരം ഈ ഖാളിയും മശായിഖിന്റെ അഹ്ലും ഒരുമിച്ചുകൂടി. അങ്ങനെ മഹാനരായ സുഫിയാൻ സൂരിയാണ് അവർക്ക് നേതൃത്വം നൽകിയത്. ഫസഅലഹുൽ ഖാളി അൻ മസായില ഫിഖ്ഹിയ, ഫിഖ്ഹിയായ മസ്അല തന്നെ ചോദിച്ചു. ആര്? ഖാളി സുഫിയാൻ സൂരി തങ്ങളോട്. ഫനളറ അൻ അൻ യമീനിഹി വഖാല നഅം ثم نظر عن يساره وقال نعم ثم أطرق ساعة ثم رأف رأسا وأجاب القاضي. മൂപ്പരെന്താ ചെയ്ത്? വലതുഭാഗത്തേക്ക് നോക്കി, നഅം. ഇടതുഭാഗത്തേക്ക് നോക്കി, നഅം. പിന്നെ കുറച്ച് മിണ്ടാതിരുന്ന് മൂപ്പരങ്ങോട്ട് പറയാൻ തുടങ്ങി. ഫിഖ്ഹിയായ മസ്അലയാണ് ചോദിച്ചത്. പറഞ്ഞു എല്ലാം പൂർത്തിയായപ്പോ നിഷേധിയായ ഖാളിയുടെ ചോദ്യം, എന്താണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ ആദ്യം വലതുഭാഗത്തേക്ക് തിരിഞ്ഞ് പിന്നെ ഇടതുഭാഗത്തേക്ക് തിരിഞ്ഞ് പിന്നെ അല്പം മിണ്ടാതിരുന്ന് പറഞ്ഞത്? അപ്പൊ മഹാൻ പറഞ്ഞു, ആ ചോദ്യം എന്നോട് ചോദിച്ചപ്പോ എന്ത് ഉത്തരം പറയണം, നിന്റെ കയ്യിൽ ഉത്തരല്ല. അങ്ങനെ ഞാൻ വലതുഭാഗത്തുള്ള മലക്കുണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചു. മൂപ്പർക്ക് പറഞ്ഞു, എന്റെ അടുത്ത് ഇൽമില്ല. അങ്ങനെ ഇടതുഭാഗത്തുള്ള മലക്കിനോട് ചോദിച്ചു. അവരും പറഞ്ഞു, ലാ ഇൽമ ഇൻദി, എനിക്കറിയില്ല. അങ്ങനെ ഞാൻ എന്റെ റബ്ബിനോട് നേരിട്ട് ചോദിച്ചു. അതാണ് അള്ളാഹിനോട് അവര് സംഭാഷണം നടത്തി എന്ന് പറയുന്നത്. ഫഅഖ്ബറനി ഫീ ഖൽബി ബിമാ ഖുൽതു ലക്, ഞാൻ ഇപ്പോൾ പറഞ്ഞ മറുപടി ഫിഖ്ഹിയായ മസ്അലയിൽ തന്നെ അല്ലാഹു എനിക്ക് ഇൽഹാമിലൂടെ പറഞ്ഞു തന്നതാണ്. ഖാളി മടങ്ങി, വലിയ പ്രശ്നം ഒഴിവായി.
ഇതൊക്കെ രേഖപ്പെടുത്തിയ ഒരു മഹാന്റെ കിതാബ് തന്നെ വേണോ നിങ്ങൾക്ക് ഇങ്ങനെ ഗവേഷണം ചെയ്ത് നശിപ്പിക്കാൻ? അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് ഇവിടെ ഈ സംഭവങ്ങളും ഇനി അയാൾ വായിച്ച ഭാഗം അതാണ്. ആ ഭാഗത്ത് പറഞ്ഞ ശൈത്വാനിയായ അങ്ങോട്ട് കാണിച്ചു കൊടുത്തോളൂ. ഇവരെല്ലാ സ്ഥലത്തും ഇത് ഉണ്ടാക്കിയെടുത്തത് അതിന്റെ ലാസ്റ്റ് അവർ ആ മഞ്ഞട്ട ഭാഗം അദ്ദേഹം വായിച്ച ഭാഗം തുടങ്ങുന്നത് തന്നെ മശായിഖുമായി ബന്ധപ്പെട്ടതല്ല. മിനൽ ഖവാതിരിൻ നഫ്സാനിയ വശൈത്വാനിയ വൽ ഹവായിയ. ഓരോരുത്തർക്കും ഇങ്ങനെ ശൈത്താൻ തോന്നിപ്പിച്ചു കൊടുക്കുന്നത് അത് സ്വീകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞത് ഇൽഹാമിലേക്ക് മാറ്റി വായിച്ച് തട്ടിപ്പ് നടത്തി. പണ്ട് അബ്ദുസ്സലാം സുല്ലമിയും പണ്ട് ഈ പറഞ്ഞ സക്കരിയ സ്വലാഹിയും ഇവരൊക്കെ പറഞ്ഞ ആ ഒരവസ്ഥയിലേക്ക് AP വിഭാഗം ചെന്നെത്തിയില്ലേ? ഇനി എവിടെ പങ്ങൾ എത്തി നിൽക്കുന്നു? ഇതിപ്പോ ഒരു കളിയായി മാറിയിട്ടുണ്ട്. മറ്റേ ആള് പറഞ്ഞില്ലേ, നമ്മൾ അബ്ദുള്ള മൗലവി പറഞ്ഞല്ലോ, നബി മലക്ക് ഇവര് മാത്രമേ മഅ്സൂമുള്ളൂ, അവരുടേതല്ലാത്ത ഇൽഹാം ഒക്കെ തെറ്റും. ഇതിപ്പോ കുറച്ചായിട്ട് APക്കാരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ആ APക്കാരിൽ APയിലേറെ കൂട്ടണ്ട, ബാക്കിയുള്ളവരെ കൂട്ടിയാൽ മതി. എവിടെ അവസ്ഥ? ഇൽഹാമിനെ മൊത്തം തള്ളിയിട്ട് നിങ്ങൾ എങ്ങനെ സുന്നിയാവും? അബ്ദുള്ള മൗലവി ഒന്ന് ഇടപെട്ടോട്ടെ ഇടക്ക്. അല്ല, എന്തുകൊണ്ട്? ഇത് ലാ സിഖത ലിഗൈരി മഅസൂമിൻ ബിഖവാതിലിഹി. മഅസൂം ആയ ആൾക്ക് ഇൽഹാം കിട്ടിയാലേ അത് വിശ്വസിക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത ആൾക്ക് അവൻ്റെ മനസ്സിൽ എന്ത് തന്നെ തോന്നിയാലും എത്ര നല്ലതിൻ്റെ രൂപമായാലും അവന് വിശ്വസിക്കാൻ പറ്റൂല. എന്തുകൊണ്ട് വിശ്വസിക്കാൻ പറ്റൂല? ഇത് ലാ യഗ്മനു ദസീസത ശൈത്വാനി ഫീഹ. പിശാച്ച് നല്ലതിൻ്റെ ഉള്ളിൽ നല്ലതിൻ്റെ രൂപത്തിൽ വേണ്ടാത്തരങ്ങളെയും തിന്മകളെയും കടത്തിക്കൂട്ടും. ഈ കടത്തിക്കൂട്ടുന്നത് കൊണ്ട് ഇതിൽ നിന്ന് നിർഭയത്വം അല്ലാഹു തആല പാപ സുരക്ഷിതത്വമാകുന്ന ഇസ്മത്ത് നൽകിയവർക്കേ ഉണ്ടാവുള്ളൂ. ഇസ്മത്ത് നൽകിയ മഅസൂമീങ്ങൾ പറഞ്ഞ 2 ടീമേ ഉള്ളൂ. ഒന്ന് മുർസലീങ്ങൾ അമ്പിയാക്കൾ, മറ്റൊന്ന് മലായിക്കത്ത്. അപ്പം എനിക്ക് മനസ്സിൽ കിട്ടിയ ഈ ചിന്ത, ഈ ബോധം ശരിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ ആള് മഅസൂമാകണം. അപ്പം എനിക്ക് അങ്ങനെ നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ എങ്ങനെ ചെയ്യാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ ഞാൻ മഅസൂമാണെന്ന് സ്വയം വാദിക്കണം. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? ഇവിടെ എത്തി അമ്പിയാക്കള് മലക്കുകള് ഇവർ രണ്ടാരെ എണ്ണീറ്റ് പറയാ ഇവർ രണ്ടാളും മഅസൂമീങ്ങളാണ്, പാപ സുരക്ഷിതരാണ്. അതല്ലാത്തോലാണ് എനിക്ക് തോന്നിയ ആശയം പറയുന്നതെങ്കിൽ അത് തെറ്റാണ്, അത് പിശാചിന്റെ വിഹിതം അതിലുണ്ടാകും. മശായിഖിനെ മുഴുവൻ തള്ളിയില്ലേ? ഔസുല്ലാദം തങ്ങൾ പോലെയുള്ളവരൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പൊ ബലന്താക്കി. അതിന് അവരൊന്നും ഈ പറഞ്ഞ മഅസൂം എന്ന് പറയാൻ പറ്റൂലല്ലോ. അതേ സമയത്ത് അവരാരാ? മഹ്ഫൂദീങ്ങളാണ്. അതൊക്കെ തത്വത്തിൽ ഒന്ന് തന്നെയാണ്, പേരിലാണ് വ്യത്യാസം. അവരൊക്കെ അല്ലാഹു പ്രത്യേക സംരക്ഷണം കൊടുത്തിട്ടുണ്ട്. അതാണ് ഇയാൾ വായിച്ച ഇബാറത്തടക്കം കണ്ട ഇമാം ഇബ്നു ഹജറുൽ ഹൈതമി വിശദീകരിച്ച് ഫതാവയിൽ പറഞ്ഞു, വഹാസിലുഹു അന്ന ഹാദാ യർജിഉ ഇല ഇൽഹാം അല്ലദി ഖാലഹു സാദത്തു സൂഫിയ അന്നഹു ഹുജ്ജ. സൂഫിയാക്കന്മാര്, മശായിഖുമാർ ഉറപ്പിച്ചു പറഞ്ഞ സംഗതിയിലേക്കാണ് അതിന്റെ മടക്കം. എന്താണ് മടക്കിയത്? മശായിഖന്മാരുടെ ഇൽഹാമുകൾ ഹുജ്ജത്താണ്, തെളിവാണ്, യാതൊരു സംശയവുമില്ല. ഫിഖ്ഹിന്റെ കിതാബിലൊക്കെ രേഖയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അതൊരു പൊതുവായ ഫന്നാണ് ഫിഖ്ഹ്. അതിൽ ഇൽഹാം രേഖയാണ് പറഞ്ഞാൽ ഈ പേരോടൊക്കെ കടന്നു വരും, എനിക്കും ഇൽഹാമുണ്ട് പറഞ്ഞിട്ട്. അപ്പൊ അനർഹരായ ആളുകൾ കടന്നു വരുമെന്നതുകൊണ്ടാണ് അവിടെ അത് ഹുജ്ജത്തല്ലെന്ന് പറഞ്ഞത്. ലാലി ഇൻകാരിഹി മിൻ നസ്ലിഹി, ഇൽഹാമിനെ നിഷേധിച്ചത് കൊണ്ടല്ല. കൈഫ വൽ ഹദീസു സ്വഹീഹ്, സ്വഹീഹായ ഹദീസിൽ തന്നെ വന്നിട്ടുണ്ടല്ലോ, ഇന്ന ഫീ ഉമ്മത്തി മുഹദ്ദസൂൻ, അല്ലാഹുവിൽ നിന്ന് ഇൽഹാമുള്ളവർ എന്റെ ഉമ്മത്തിലുണ്ടെന്ന് ലോകത്തോട് പറഞ്ഞത് മുഹമ്മദുർ റസൂലുള്ളാഹ്. പിന്നെ എങ്ങനെ അത് ഇല്ലാതെയാകും? അപ്പൊ ഇൽമുൽ കശ്ഫും ഇൽമുൽ ഇൽഹാമും ഒക്കെ ഇൽമുൽ യഖീനാണ് എന്നാണ് ഔലിയാക്കന്മാർ പറഞ്ഞത്.
അതാണ് ഇൽമുൽ യഖീൻ. മാത്രമല്ല ജഹ്ല് നീങ്ങണമെങ്കിൽ ഇൽഹാം വേണം, കശ്ഫ് വേണം. അതൊക്കെ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഖദ് കാനൽ ഇമാം അബൂ ഹനീഫ മിൻ അഹ്ലിൽ കശ്ഫി. പഴയ ഇമാമിങ്ങളും അങ്ങനെയായിരുന്നു, കശ്ഫുള്ളോലായിരുന്നു. കാരണം എന്താ, ഒരു മശായിഖിന്റെ കൂടെ പോയി അവർ നൽകിയതാ. അപ്പൊ കശ്ഫും ഇൽഹാമും എന്നത് ഇവിടെ സ്ഥിരപ്പെട്ടൊരു സംഭവമാണ്. അപ്പൊ ബൽക്കുള്ളൊരു തോന്നലാണ് ഇപ്പൊ എന്ത്, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും, നല്ലോണം ഓതി പഠിച്ചാലേ ഇൽമുണ്ടാവുള്ളൂ. അപ്പൊ അവരുണ്ടാക്കിയതാ. ഞാൻ ചോദിക്കട്ടെ, ഓതി പഠിച്ചാലും പോരാ. അപ്പൊ പറയുന്നത് ദർസിൽ പോയി 2ാം ദർസൊക്കെ കഴിഞ്ഞ് എന്താ നൂറുത്തജില്ലൊക്കെ സർഫാക്കി മുറാഖബ മുഷാദിലൂടെ ഒക്കെ കടന്നു വന്ന് അങ്ങനെ ഇൽമു കിട്ടിയാലാണ് എന്താകുക, ഇന്നമൽ ഇൽമു പറഞ്ഞ ഇൽമുണ്ടാകുക. പ്രത്യക്ഷത്തിൽ തന്നെ ചിന്തിച്ചാൽ പൊട്ടത്തരാണ്. കാരണം ഒരാൾക്കിപ്പോ ബിരുദം നേടി തന്നെ ഇൽമു പഠിക്കണമെന്നുണ്ടോ? ഒരു നല്ലൊരു മുതലാളി, അയാളെല്ലാം പൈസക്കാരനാന്ന് വിചാരിച്ചോളി, അയാളൊരു ഉസ്താദിനെ ശമ്പളം കൊടുത്ത് നിർത്തി, അങ്ങനെ അയാള് പഠിച്ചെടുത്തു എല്ലാം. അയാളൊരു കോളേജിലും ദർശനമൊന്നും പോയില്ല, അയാൾക്ക് വലിയ ആലിമായിക്കൂടെ? അതിനിപ്പോ അഹ്സനിയാകണോ ഫൈസിയാകണോ? അപ്പൊ അത് ബാഹ്യമായി നോക്കുമ്പോ തന്നെ തെറ്റ്. പിന്നെ ഈ തഅല്ലും എന്ന് പറഞ്ഞാൽ എന്താന്ന് ഷഹറാനി ഇമാം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? അങ്ങനെ കിതാബ് എടുത്ത് ഓതിപ്പടിക്കൽ മാത്രമാണോ തഅല്ലും പറഞ്ഞാൽ? തഅല്ലുമിന് നിങ്ങൾ സഹിച്ച ത്യാഗങ്ങൾ ഷഹറാനി ഇമാം പറയാണ്. ഒരുപക്ഷെ ഓതി പഠിച്ച് രാത്രിയൊക്കെ ഉറക്കൊഴിച്ച് ചില പഠനമൊക്കെ നടത്തിയിട്ടുണ്ടാവും. എന്നാൽ ഇൽഹാമിന്റെയും കശ്ഫിന്റെയും അഹ്ലുകാരായ ഔലിയാക്കന്മാരോ, അവരതിനു വേണ്ടി എത്രയാണ് ത്യാഗം സഹിച്ചത് നിങ്ങൾക്കറിയോ? അവരല്ലേ യഥാർത്ഥത്തിൽ കഷ്ടപ്പെട്ട് അതിനുവേണ്ടി പണിയെടുത്തത്. കണ്ടില്ലേ നിങ്ങൾ? അതാ ചില ആളുകളുണ്ട്, മഹാനരായ ഇമാം അബ്ദുൽ വഹാബ് ഷഅറാനി തങ്ങൾ അൽ-ലവാഖീത്ത് വൽ ജവാഹിർ എന്ന ഗ്രന്ഥത്തിൽ എഴുതുകയാണ്, ലിഅന്നഹും യഅ്തഖിദൂന ഫീഹിം അന്നഹു ലൈസു ബിഉലമാ. ചിലർ ഔലിയാക്കളെ കുറിച്ച് വിശ്വസിച്ച് വെച്ചതാ, ഓല് ഉലമാക്കളല്ല. ഇതൊക്കെ AP സമസ്തക്ക് വേണ്ടി എഴുതി വെച്ച കിതാബാണ്. അത്രയും ഫിറ്റ. വഅന്നൽ ഇൽമ ലാ യഹ്സുലു ഇല്ലാ അലാ യദിൽ മുഅല്ലിം. ഒരു അധ്യാപകന്റെ കയ്യിലൂടെ മാത്രമേ ഇൽമു കിട്ടുള്ളൂ എന്നാണ് അവർ വാദിക്കുന്നത്. അൽ മുഅ്താദ് ഫി ഉറുഫിഹിം, അവരെ ഭാഷയിൽ പറഞ്ഞ ആ രൂപത്തിലുള്ള ഒരാളിൽ നിന്ന് പഠിക്കണം എന്നാണ് അവരുടെ വാദം. ഫഇന്ന അസ്ഹാബനാ മാ ഹസല ലഹുമുൽ ഇൽമു ഇല്ലാ ബിൽ ഇലാമി റൂഹാനി. മഹാൻ പറയാ, നമ്മളെ മശായിഖിന് അഹ്ലുത് തസവുഫിന് ഇൽമു കിട്ടിയത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? വെറുതെ ഏതോ ശൈത്താൻ വന്ന് കൊടുത്തതല്ലത്, പിന്നെയോ അല്ലാഹു കൊടുത്തതാണ്. ഫഹും ആകിഫൂന അലാ ഹദ്റതിഹി, അല്ലാഹുവിന്റെ ഹദ്റത്തിൽ അവർ അതിനു വേണ്ടി തന്നെ ചടഞ്ഞിരുന്നവരാണ്. യന്തളിറൂന മാ യഫ്തഹല്ലാഹു ബിഹി അലാ ഖുലൂബിഹിം, അവർ പ്രതീക്ഷിച്ചിരുന്നതാണ് അല്ലാഹു എപ്പോഴാണ് അവർക്ക് ഫത്ഹാക്കി കൊടുക്കുക. അതിനുവേണ്ടി കാലങ്ങളോളം അവർ ഉറക്കൊഴിച്ചിട്ടുണ്ട്, കാലങ്ങളായി അവർ ഭക്ഷണം തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങളെപ്പോലെ ഒന്നോ രണ്ടോ പണിയെടുത്തവരല്ലവര്. അങ്ങനെ അവര് പണിയെടുത്ത് റബ്ബിൽ നിന്ന് ഇൽഹാം കിട്ടിയപ്പോ അവരെ കുറിച്ചാണ് അല്ലാഹ് പറഞ്ഞത്, ഖാല തആല ഖലഖൽ ഇൻസാന അല്ലമഹുൽ ബയാൻ. ഇൽഹാമിനെ നിഷേധിച്ചത് കൊണ്ട് അതിന്റെ തെളിവ് ഇമാം ഷഅറാനി തങ്ങൾ രേഖപ്പെടുത്തിയത് വായിച്ചതാ. അൽ ഇൻസാനിനെ അല്ലാഹ് പടച്ചു, അൽ ഇൻസാനുൽ കാമിൽ. അതാണ് ഔലിയാക്കന്മാര് മശായിഖുമാർ. അല്ലമഹുൽ ബയാൻ, അല്ലാഹ് അവർക്ക് നേരിട്ട് ബയാൻ പഠിപ്പിച്ചു കൊടുത്തു. വഖാല തആല അല്ലമൽ ഇൻസാന മാ ലം യഅലം. അൽ ഇൻസാനുൽ കാമിലിന് അല്ലാഹു തആല അറിയാത്തതൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. വഖാല ഫീ ഹഖ്ഖിൽ ഖിദർ, ഖിദർ അലൈഹിസ്സലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ വഅല്ലംനാഹു മിൻ ലദുന്നാ ഇൽമാ, നമ്മൾ അവർക്ക് പ്രത്യേകമായി നമ്മളിൽ നിന്ന് ഇൽമു കൊടുത്തു. യുത്തിൽ ഹിക്മത മൻ യശാ, ഹിക്മത്ത് അല്ലാഹ് കൊടുക്കും, അല്ലാഹ് ഉദ്ദേശിച്ചവർക്ക് കൊടുക്കും. വത്തഖുല്ലാഹ യുഅല്ലിമുകുമുല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ചാൽ അല്ലാഹു നിങ്ങൾക്ക് നേരിട്ട് പഠിപ്പിച്ചു തരും. വൽ ഹിക്മത്തു ഹിയൽ ഇൽം വജാഅ ബിമിൻ, കണ്ടില്ലേ അതൊക്കെ വജാഅ ബിമൻ വഹിയ നകിറ എന്നൊക്കെ വിശദീകരിച്ച് അവരുടെ ഇൽമുകൾ അത് സ്ഥിരപ്പെട്ടതാണെന്നും അതാണ് ലഹുമുൽ ബുശ്റ എന്ന് അല്ലാഹു പറഞ്ഞതെന്നും
അതിനെ സ്ഥിരീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നും അതിനെ നിഷേധിക്കുന്നവൻ പിന്നീട് മുബ്തദി ആയി തീരുമെന്നും അൽ-യവാഖീത്തിൽ ഇമാം അബ്ദുൽ വഹാബ് അശ്ശഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇൽഹാം കാരണം അങ്ങനെ വരുന്ന തോന്നലല്ലത്. എന്താ അതിൻ്റെയൊക്കെ അവസ്ഥ? ഷഅറാനി ഇമാമിന് ഇൽഹാം കിട്ടിയ വഴിയൊക്കെ ഇപ്പം എന്താ? ഒരു ജസ്റ്റ് ഒന്ന് വായിച്ചു കൊടുക്കുക. അൽ മിനനുൽ കുബ്രയിൽ ഇമാം അബ്ദുൽ വഹാബ് അശ്ശഅറാനി 104-ാമത്തെ പേജ്. അവർക്ക് ഇൽഹാം വന്ന കഥ പറയാൻ ഒരു പേജാണ് മൂപ്പര് ചെലവഴിച്ചത്. കണ്ടില്ലേ? എന്നെ ആദ്യമായി അലിയുൽ ഖവാസ് തങ്ങൾ കണ്ടപ്പോ അന്നഹു അമറനി അവ്വല ജിത്തിമായി അലൈഹി ബിബൈഇ ജമീഇ കുതുബി. ഫസ്റ്റ് ഞാനും എൻ്റെ ശൈഖായ അലിയുൽ ഖവാസ് തങ്ങളും കണ്ടുമുട്ടിയപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളെ കയ്യിലുള്ള കിതാബുകളൊക്കെയും വിൽക്കണം, എന്നിട്ട് അതിന്റെ പൈസ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്തു വരണം. ഞാനത് ചെയ്തു. ഫഫഅൽതു, ഞാനത് ചെയ്തു. പക്ഷേ വകാനത്ത് കുതുബൻ നഫീസ, നല്ല വിലപിടിപ്പുള്ള കിതാബായിരുന്നു അത്. റൗദ ശർഹു റൗദ് പോലെ, മത്ലബ് പോലെ. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ഫസ്വാറ ഇന്ദി ഇൽത്തിഫാത്തുൻ ഇലൈഹ, അതിലേക്ക് ചെറിയ ഒരു തിരിഞ്ഞുനോട്ടുണ്ടായിരുന്നു. അത്രയും പ്രയാസപ്പെട്ട് ഞാൻ അതിൽ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ എന്നോട് പറഞ്ഞു, കിതാബ് പൈസ കൊടുത്ത് വാങ്ങി പിന്നെ വിറ്റ് വന്നാ പോരാ, മനസ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കണം. അങ്ങനെ ഞാനത് ഒഴിവാക്കി നാം മൂപ്പര് പറയുന്നത്. അതാ എന്നിട്ട് എന്നോട് പറഞ്ഞു, കാരണം അതവിടെ ഫിറ്റാകാം. കിതാബ് അതിന് വിട്ട് പിന്നെയും കിതാബിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കിയാൽ എത്തിച്ചേരൂല. അല്ല സംഘടനയിന്ന് പോന്ന് പിന്നെ അതിക്ക് തിരിഞ്ഞു നോക്കിയാൽ എന്നല്ല. അപ്പോ എങ്ങനെ ഞാൻ പിന്നെ പോയി മൂപ്പര് പറയാ, അങ്ങനെ എന്നെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചു മാസങ്ങളോളം. ജനങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ പറഞ്ഞു, ഒറ്റക്ക് പോയി ഇബാദത്ത് ചെയ്യാൻ, ആരും കാണാത്ത സ്ഥലത്ത്. അങ്ങനെ ഞാൻ ചെന്നു. പക്ഷേ എന്റെ മനസ്സിൽ തോന്നി, അറാ നഫ്സി ഖൈറൻ മിൻഹും, ഞാനിപ്പോ ഒറ്റക്കൊക്കെ ഇബാദത്ത് തുടങ്ങിയപ്പോൾ ഞാനൊരു ഖൈറായ ആളാണെന്ന് തോന്നി. എന്നെ വിളിച്ചു പറഞ്ഞു, ശൈഖ് അവറുകൾ പോരാ, നീ ഏറ്റവും മോശമാണെന്ന് തോന്നുന്നത് വരെ അമൽ ചെയ്യണം. ഫഅമിൽതു ബിൽ മുജാഹദ മുദ്ദ, കാലങ്ങളോളം ഞാൻ ഏറ്റവും നിന്ദ്യനാണെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തുന്നത് വരെ. അങ്ങനെ ഞാൻ അതൊക്കെ മുറിച്ചു കടന്ന് എത്രയോ കാലങ്ങൾ എന്നെ സുമ്മ അമറനി ബിൽ ഇസ്തിഗാലി ബിദിക്രില്ലാ സിർറൻ വഅലാനിയ വകുല്ലി ഖാതിരിൻ ഖതറ ലീ മിമ്മാ സിവല്ലാഹ്. അല്ലാത്ത എല്ലാ ചിന്തകളും എന്നിൽ നിന്നവര് കാലങ്ങൾ പണിയെടുത്ത് ഒഴിവാക്കി. മാസങ്ങൾ ഞാൻ അങ്ങനെ കഴിഞ്ഞുകൂടി. പിന്നെ എന്നോട് പറഞ്ഞു, ഇഷ്ടമുള്ളത് തിന്നാൻ പാടില്ല, മുഴുവനായിട്ട് ഒഴിവാക്കണം. എന്തെങ്കിലും മനസ്സിലാക്കി? ഇൽഹാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തിരിണ കസാലിരുന്ന് AC റൂമിലിരുന്ന് ഇങ്ങനെ തോന്നുന്ന മറ്റേ ബിസിനസ്മാന് തോന്നുന്ന കാര്യമാണപ്പത്. എത്ര കാലം പിന്നെ അങ്ങനെ മുഴുവനായി ഞാൻ ഒഴിവാക്കി എല്ലാം. അങ്ങനെ എന്നോട് പറഞ്ഞു, മോനെ നീ പഠിച്ച ഇൽമുകള് ഇനിയും അതിന്റെ ചില ശാഖകൾ ബാക്കിയുണ്ട്, അതൊക്കെ ഒഴിവാക്കണം. ഒഴിവാക്കി ഒരിക്കൽ ഞാൻ പറയാണ്, നൈൽ നദിന്റെ തീരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുന്ന നേരത്ത്, ആ സമയത്താണ് അപ്പോഴാണ് ലദുന്നിയായ ഇൽമിന്റെ വാതിലുകൾ എനിക്ക് തുറക്കപ്പെട്ടത്. അതിന്റെ ഓരോ വാതിൽ തന്നെ ആകാശഭൂമികളുടെ വിശാലത ഉണ്ട്. അങ്ങനെ ഞാൻ സംസാരിച്ചു തുടങ്ങി. ഞാൻ വലിയ കാര്യത്തിൽ എൻ്റെ ശൈഖുനയോട് പറഞ്ഞു, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞു, ഫഅമറനീ ബിഗസ്ലിഹി, ഇപ്പോൾ വന്നത് എഴുതി വെച്ചതൊക്കെ മാറ്റണം. കാരണം വഹാദാ ഇൽമുൻ മഖ്തൂതുൻ ബിഫിക്രിൻ വകസ്ബ്, ഇത് ചിന്തയോട് പല ഇൽമിനോടും കലർന്നു പോയിട്ടുണ്ട്, അതുകൊണ്ട് ഇത് മാറ്റണം. അങ്ങനെ ഞാൻ പിന്നെയും അമൽ ചെയ്തു. എന്നോട് പറഞ്ഞു, മോനെ പോരാ, ബൈനക വ ബൈന ഇൽമിൽ വഹ്ബിൽ ഖാലിസ് അൽഫു മഖാം, 1000 മഖാം ഇനിയും പിന്നിടണം. 1000 മഖാം സിയാറത്തയല്ല, ഓരോ ദറജയും ഋതുബയൊക്കെ കടന്ന് അതിങ്ങനെ പോകണം. അങ്ങനെ ഓരോന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. അത് ശരിയല്ലെന്ന് പറയും. അങ്ങനെ പറഞ്ഞ് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പോയി. അങ്ങനെ അവസാനം ഇലാ അൻ കാന മാ കാൻ,
ശരിയായ ഒരു ഇൽഹാം വന്നപ്പോ എന്റെ ശൈഖവറുകൾ എനിക്ക് സർട്ടിഫിക്കറ്റ് തന്നു, ഇനി ഭയപ്പെടണ്ട. ഇതാണ് ഇൽഹാം. ഇങ്ങനെ കിട്ടിയ ഇൽഹാമിൽ പിന്നെ ശൈത്താൻ കയറിക്കൂടാ. ഏടുന്നാണ് ഈ അബ്ദുള്ള മൗലവിയൊക്കെ നീച്ചു വരുന്നത്?